ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എങ്ങനെയുണ്ട്? സുഖമല്ലേ? ഞാൻ അങ്ങനെ കുറേ ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ അബൌട്ട് ബാഗിൻ്റെ ഒരു ക്വിക്ക് ട്യൂട്ടോറിയൽ വ്ളോഗ് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം പ്ലാൻ ആക്കിയത്. പക്ഷെ ഇപ്രാവശ്യത്തെ വ്ളോഗിൽ ഒരു ചെറിയ ഡിസ്റ്റൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത ബാഗ് ആകെ കോളായി. മീൻസ് അതായത് എനിക്ക് അവർ സെൻഡ് ചെയ്ത് തന്നത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ആ ബാഗ് എത്തിയത് എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇടങ്ങേറായി. കാരണം എന്താ വെച്ചാൽ ആ ബാഗ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്ത ബാഗായിരുന്നു. പിന്നെ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ്. പക്ഷെ അതിന് മുന്നേ ഞാൻ അഫോർഡബിൾ ആട്ടോ ആ ബാഗ്, നല്ല സൂപ്പർ അഫോർഡബിൾ ആണ്. മേ ബി ഇനിയിപ്പോൾ അതുകൊണ്ടാണ്, പക്ഷെ എന്നാലും ഞാൻ അതിനേക്കാളും റേറ്റ് കുറഞ്ഞ ബാഗ്സ് കുറേ ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ, എനിവേ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എന്താണ് അതിൻ്റെ ഒരു പ്രോബ്ലം എന്നുള്ളത്. അപ്പം ഇപ്പം ഞാൻ മിന്ത്രയിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ബാഗാണ്. ആൻഡ് സൈഡ് ബാഗ് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ ടോട്ട് ബാഗായിട്ട് യൂസ് ചെയ്യാം, കോളേജ് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം, മോമിന് യൂസ് ചെയ്യാം, ടീച്ചേഴ്സിന് യൂസ് ചെയ്യാം, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ബാഗാണ്. ആൻഡ് റേറ്റ് ലിറ്റിൽ ബിറ്റ് കുറച്ചുണ്ട്, 374 അങ്ങനെ എങ്ങാനോ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. അപ്പം പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാഗ്. വൈറ്റ് കുർത്തൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല, നല്ല രസമുണ്ടാകും. ആൻഡ് ഇതാണ് ബാഗ് വന്നിട്ട്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഇവരിതിൽ കൊടുത്തത് 1699 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് അവരതിൽ കൊടുത്തത്. പക്ഷെ എനിക്ക് വെറും 373 റുപ്പീസിന് ആണ് എനിക്കിത് കിട്ടിയത്. അപ്പം നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ചെക്കിങ്ങിന് പോയാലോ. സോ എനിവേ, എൻ്റെ കണ്ണട എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് ഉള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ലൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ റിംഗ് ലൈറ്റാണ് വെച്ചത്. അപ്പം എൻ്റെ സ്പെക്സ് വെക്കുമ്പം കണ്ടോ ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതായത് സ്പെക്സിൻ്റെ ഗ്ലാസ്സിന്മേൽ ആ ഒരു മീൻസ് ആ റിംഗ് ലൈറ്റിൻ്റെ ഒരു വട്ടം വരുന്നത്. അപ്പോൾ എനിക്കടുത്തൊരു ബുദ്ധിമുട്ടായി തോന്നി. അപ്പം ഞാനത് സ്പെക്സ് റിമൂവ് ചെയ്ത് വെച്ചതാട്ടോ. ആൻഡ് ഇതാണ് ബാഗ് വന്നിട്ട്. കണ്ടല്ലോ, പ്രിൻ്റ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വൈറ്റ് കളറിൽ കണ്ടോ, ഇതാണ് ഒറിജിനൽ. വൈറ്റ് കളറിൽ ബ്ലൂ കളർ ഫ്ലോറൽ ആൻഡ് ലീഫ് പ്രിൻ്റ് എല്ലാം വന്നിട്ടാണ്. ആൻഡ് ഇത് ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ, റോയൽ ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡാർക്ക് ബ്ലൂ കളർ സ്ലിംഗ് ആണ് കൊടുത്തത്. ആൻഡ് ഈ ഒരു സൈഡിൽ ഇത് താഴെ വരെ അറ്റാച്ച് ചെയ്ത് പോകുന്നുണ്ട്, ഇവിടെ വരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ലിംഗ്. ആൻഡ് ഈ സൈഡത്തെ സ്ലിംഗ് എന്ന് വെച്ചാൽ ഇവിടെ വരെ മാത്രമേ. ബട്ട് ഇതിൽ കൂടിയും ആ സ്ലിങ്ങിൻ്റെ സെയിം ലെതർ ടൈപ്പ് ഇതിൽ കൂടെ പോയിട്ടുണ്ട്. ഒരു ക്രോസ് ആയിട്ടാണ് പോയത്. ആൻഡ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 33 സെൻറ്റിമീറ്റേഴ്സ്. കുറേ പേർക്ക് മീൻസ് നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു ലെങ്ത്ത് നമുക്ക് എന്താ പറയുക മീൻസ് അതായത് ലെങ്ത്ത് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. സോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 33 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് മെഷർ മീൻസ് ടാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്. ആൻഡ് സ്പേസ് പറഞ്ഞാലും സ്പേസ് അടിപൊളി സ്പേസ് ഉണ്ട്. ആൻഡ് നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കണ്ടാലോ. ഇൻറ്റീരിയർ എന്ന് പറയുമ്പം കമ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് സിബ് തന്നെയാണ് കേട്ടോ വന്നത്. നല്ല സ്മൂത്തായിട്ടാണ് സിബെല്ലാം പോയത്. നല്ല സ്മൂത്തിൽ തന്നെയാണ് സിബെല്ലാം കൊടുത്തത്. സിബിൻ്റെ കളർ വന്നിട്ട് അതും നേവി ബ്ലൂ തന്നെയാണ്. ഉള്ളിൽ കണ്ട ബ്ലാക്ക് കളറാണ് കൊടുത്തത്. അതിൽ ഡ്രസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് എന്നാണ് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഡ്രസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് എന്നാണ് ഈ ഒരു ടോട്ട് ബാഗ്. അവരൊരു ജസ്റ്റ് ഒരു എന്താ പറയുക ലോഗോ പോലെ എന്തെങ്കിലും ഒന്ന് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ആവാസൊക്കെ കണ്ട പോലെ, ആവാസൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു എന്താ പറയുക, ആവാസിൻ്റെ ബാഗിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇതേപോലൊരു ടാഗ്. ആസ് ലൈക്ക് സെയിം ലൈക്ക് ദാറ്റ് അങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട്.
ആൻഡ് കമ്പാർട്ട്മെൻറ്റ് പറയുകയാണെങ്കിൽ എ ഹ്യൂജ് കമ്പാർട്ട്മെൻറ്റ്. ഉള്ളിൽ നല്ല കപ്പാസിറ്റി, നല്ല സാധനങ്ങൾ കൊള്ളുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ബാഗാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ട് സിബ് വരുന്നുണ്ട്. കണ്ടല്ലോ, സീക്രട്ട് സിബിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, കുഴപ്പമില്ല. ഇത്രയും ലെങ്ത് ഉണ്ട് സീക്രട്ട് സിബിൻ്റെ ഉള്ളിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ. പിന്നെയുള്ള കമ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നോർമൽ പോക്കറ്റാണ്, ഓപ്പൺ പോക്കറ്റാണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, നോർമൽ ഓപ്പൺ പോക്കറ്റാണ് വന്നത്. ഇതിനും വലിയ ലെങ്ത് ഒന്നുമില്ല, ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട്. ഓക്കെ. ആൻഡ് ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയാണ്, നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നല്ല സാധനങ്ങൾ എന്തായാലും കൊള്ളും. എന്തെങ്കിലും ട്രാവലൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ടൈപ്പ് ഓഫ് ബാഗാണ്. ആൻഡ് ഇത് പെട്ടെന്ന് പൊട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഐ എം നോട്ട് എന്താ പറയുക, ഇത് പെട്ടെന്ന് പൊട്ടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടൂല. കണ്ടിട്ട് അങ്ങനെ ഒരു കുറച്ചൊന്നും കുറ്റിയുറപ്പൊക്കെ ഉള്ള മാതിരി ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിവിടെ ഉണ്ടല്ലോ ഇങ്ങനൊരു മടക്ക്, ഇതിങ്ങനെയല്ല കേട്ടോ, ജസ്റ്റ് സ്ക്വയർ ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ടോട്ട് ബാഗിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. ഇത് ഉള്ളിലൊന്നും ഇടാനിട്ടാണ് ഈ ഒരു ടൈപ്പിൽ നിൽക്കുന്നത്. അവർ ജസ്റ്റ് ഫോൾഡ് ചെയ്ത പോലെ തന്നെയാണ്. ആൻഡ് ദിസ് ഈസ് വാഷബിൾ, വാഷ് ചെയ്യാൻ പറ്റും. പുറമെ ക്ലോത്താണ് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ. സോ ഇത് ഞാൻ വെയർ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം. ആൻഡ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 373 റുപ്പീസ് മാത്രമേ ഇതിൻ്റെ റേറ്റ് ഉള്ളൂ. അപ്പം ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് മേടിക്കാം. മിന്ത്രയിലൊക്കെ ഇപ്പോൾ ഓഫർ ഗോയിങ് ഓൺ ആണെന്ന് തോന്നുന്നു. അപ്പം ആർക്കെങ്കിലും മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി മേടിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓറൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റായിട്ട് ലിങ്ക് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതാണ്. ഫൈൻ. അപ്പം നെക്സ്റ്റ് വൺ മീഷോന്ന് മേടിച്ച ബാഗാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞൊരു ബാഗ്. പറ്റിച്ചു എന്ന് വെച്ചാൽ സാധനം സെയിം ആണ്. അതിന് ഫോട്ടോ നമ്മുടെ എവിടെയെങ്കിലും കൊടുക്കാം, അവർ കാണിച്ചിരുന്ന ഫോട്ടോ സെയിം ആണ്, പ്രൊഡക്റ്റ് സെയിം ആണ്. പക്ഷെ പ്രൊഡക്റ്റിന് ഡാമേജ് ഉണ്ട്. ഡാമേജ് എന്ന് വെച്ചാൽ ഒരു ഓഫ് വൈറ്റ് ആണ്. ഇതാണ് ബാഗ്, ഇതാണ് ടോട്ട് ബാഗ്. കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയൊരു ടൈപ്പ് ഓഫ് ഹാൻഡ് ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളെ വൈറ്റ് ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ഡെനിം ടൈപ്പ് ഓഫ് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു നോർമൽ ക്ലോത്ത് ബാഗാണ്. വാഷ് ചെയ്താൽ പോവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല വാഷ് ചെയ്താൽ ഇത് പോകും എന്നുള്ളത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി നിങ്ങൾ മേടിക്കുന്ന പ്രൊഡക്റ്റിന് ചിലപ്പം നല്ലതായിരിക്കാം. ഇത് എല്ലാ പ്രൊഡക്റ്റിനും സെയിം ഇഷ്യൂ ഉണ്ടാവണം എന്നില്ല. ഇനിയിപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സെയിം സാധനം തന്നെ മേടിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം മേടിക്കാം. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി മേടിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഇങ്ങനത്തെ കുറച്ച് ഡാമേജ് ഉണ്ടായിപ്പോയി. പിന്നെ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രണ്ടിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് 2 വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എ ലാർജ് പോക്കറ്റ്. ഇതാണ് മെയിൻ അട്രാക്ഷൻ ഈ ഒരു ബാഗിൻ്റെ. കണ്ടോ, ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിൻ്റെ ഒരു പോക്കറ്റിന് വന്നിട്ട്. ആൻഡ് ഇതിൻ്റെ സ്ലിങ് വന്നിട്ട് സെയിം ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ജൂട്ട് മെറ്റീരിയൽ ആണെന്നാണ്. ഒരു ജൂട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഇതിൻ്റെ ക്ലോത്ത്. ഇതിൻ്റെ ഉള്ളിൽ വേറെ കമ്പാർട്ട്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് 1 കമ്പാർട്ട്മെൻറ്റ്സ്. എനിക്ക് തോന്നുന്നു അതിന് പകരമായിരിക്കും ഇവിടെ ഫ്രണ്ടിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 195 റുപ്പീസ് മാത്രമേ ഇതിന് റേറ്റ് ഉള്ളൂ. 195 ഉണ്ടോ എന്ന് വെച്ചാൽ ട്രെൻഡിങ് വെച്ച് നോക്കുകയാണെങ്കിൽ 195 ഓക്കെയാണ്. കാരണം ഇപ്പോൾ ഏകദേശം എല്ലാ സ്റ്റുഡൻസും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബാഗ്സ് ആണ്, കോളേജ് സ്റ്റുഡൻസൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബാഗ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, അപ്പോൾ 195 അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി മേടിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്.
ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ട് കിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ഞാൻ ചെയ്ത് തരുന്നതാണ്. ഇതിനൊക്കെ അൺബോക്സിങ് വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കറിയാം എന്താ പറയുക, വീഡിയോസൊക്കെ കുറേ ഡിലേ ആവുന്നുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ആക്കുന്നു. കുറേ പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ, പിന്നെ അതേപോലെ തന്നെ കുറേ പേര് ഡ്രസ് ഹോൾ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടാഞ്ഞിട്ടാണ്. സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. എനിക്ക് നല്ല പൂതിയുണ്ട് എന്നും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്, പക്ഷേ ടൈം അനുവദിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇൻഷാ അല്ലാ സൂണായിട്ട് ഞാൻ എല്ലാ വീഡിയോസും 1 by 1 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ. അൽഹംദുലില്ലാ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും എന്താ പറയുക, കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാ ആൾക്കാരും നല്ല സപ്പോർട്ടീവാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് വളരെ കുറവാണ്, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.